ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മഴയൊക്കെ സ്റ്റാർട്ടായി, മഴ പെയ്യാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഒച്ചിൻ്റെ ശല്യമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇതുപോലെ പല തരത്തിലുള്ള ഒച്ചുകളുണ്ട് കേട്ടോ. പുറം തോടുള്ളതും പിന്നെ ഇതുപോലെ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന തരം ഒച്ചുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഒച്ചിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് ശരിക്കും കാണുമ്പോൾ ഒന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. കമഴ്ത്തി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മളിതുപോലെ കുറച്ച് പൊടിയുപ്പ് വാരി ഇടുക കേട്ടോ. കല്ലുപ്പ് വേണ്ട കേട്ടോ, പൊടിയുപ്പ് തന്നെ ഇടുക. പൊടിയുപ്പ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് അങ്ങനെ ചത്ത് പൊക്കോളൂ കേട്ടോ. ഇപ്പോൾ പല ടൈപ്പിലുള്ള മുകളിൽ പുറന്തോടുള്ള ഒച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനതുപോലെ ഒന്ന് കമഴ്ത്തിയതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ശല്യം നമുക്ക് എന്നേക്കുമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ കേട്ടോ, ഇപ്പം ഞാൻ ഒരു കപ്പിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളല്ലാതെ ഇതുപോലെയുള്ള കപ്പുകളിൽ എന്തെങ്കിലും എടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു അടപ്പ് ഫുള്ളായിട്ട് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് ഡെറ്റോളിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൽ 3/4 കപ്പോളം തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് ഈ ഒരു അടപ്പ് ഡെറ്റോളും അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ മുറി നമ്മൾ ഇതുപോലെ ഒന്ന് അതിൻ്റെ നീരും കൂടെ നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിനെ രണ്ടാക്കി സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു വെള്ളം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇതിന് വേറൊരു ബോട്ടിലിലേക്ക് കുറച്ച് മാറ്റി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മഴക്കാലമാകുമ്പോൾ തന്നെ നമുക്ക് വീട് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. ഇങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് വേറൊരു ബോട്ടിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ആ ഒരു ബോട്ടിലേക്ക് നമ്മൾ കുറച്ച് പൊടിയുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. കാലിയായിട്ടുള്ള ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് ഈ ഒരു സ്പൂണിൽ 2 സ്പൂൺ അളവിൽ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഡെറ്റോൾ വെള്ളം, ചെറുനാരങ്ങയും കൂടെ മിക്സാക്കിയിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഈ ഒരു പൊടിയുപ്പ് കലങ്ങുന്ന രീതിയിൽ നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ ആ പൊടിയുപ്പ് എല്ലാം തന്നെ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഇപ്പോൾ സ്പ്രേ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിനെ അകം തുടയ്ക്കാം. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ്, പിന്നെ ഡൈനിങ് ടേബിൾ, ഇതൊക്കെ നമ്മൾ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, വീട്ടിനകമൊക്കെ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഈച്ച ശല്യമൊക്കെ ഉണ്ടല്ലോ, ആ ഈച്ച ശല്യമൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഡെറ്റോൾ മിക്സാക്കിയിരിക്കുന്നതും ഉപ്പൊക്കെ മിക്സാക്കിയിരിക്കുന്നത് കൊണ്ടും നമ്മുടെ വീട്ടിനകമൊക്കെ തുടയ്ക്കുമ്പോൾ ഈ ഒരു ഉറുമ്പിൻ്റെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൾറെഡി തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളം ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ഈച്ച, അതുപോലെ പൊടിയീച്ച വന്നിരിക്കുന്നത് ഒക്കെ നമുക്ക് ആ ഒരു ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ല ഒരു സ്മെല്ലും കിട്ടും. നമ്മൾ നാരങ്ങയുടെ നീരൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു റിഫ്രഷിങ് സ്മെല്ലും, പിന്നെ ഓൾറെഡി ഡെറ്റോളിൻ്റെ നല്ല മണമാണ്. അപ്പോൾ നല്ലൊരു മണവും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിനകമൊക്കെ തുടച്ച് കഴിഞ്ഞാലും നല്ലൊരു മണം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പുറത്തു പോയി വരുമ്പോഴും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കാലിലും കൊടയിലും ചെരുപ്പിലുമൊക്കെ ആയി ചെളിയും വെള്ളവും ഒക്കെ വീട്ടിനകത്ത് എത്താറുണ്ട്. ഇത് വീട് മുഴുവൻ അഴുക്കാകാനും ബാക്ടീരിയകൾ വളരാനൊക്കെ കാരണമാകും. അതുകൊണ്ട് വീടും ഉമ്മറും തറയും എപ്പോഴും തുടച്ചുണക്കി വൃത്തിയായി തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് കേട്ടോ. മഴക്കാലത്ത് നമ്മൾ ഹൈജീനിക്കായി ഇരിക്കുക എന്നത് ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു വെള്ളമൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് എപ്പോഴും നല്ല വൃത്തിയായി തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഡെറ്റോളും ചെറുനാരങ്ങയുടെ നീരും മിക്സ് ആക്കിയിട്ടുള്ള ഒരു വെള്ളം, ആ വെള്ളം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ തുണികളെല്ലാം തന്നെ അലക്കിയതിന് ശേഷം നമ്മൾ കംഫേർട്ടിലൊക്കെ മുക്കാറുണ്ടല്ലോ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ നമ്മുടെ കയ്യിൽ കംഫേർട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെള്ളം ഡെറ്റോളും അതുപോലെ
ചെറുനാരങ്ങയുടെ നീരും മിക്സ് ആക്കിയിട്ടുള്ള ഈ ഒരു വെള്ളത്തിൽ കുറച്ച് സമയം അലക്കി 2 വട്ടമൊക്കെ ഊരി പിഴിഞ്ഞ് തുണി ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഇതുപോലെ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെക്കുക കേട്ടോ. ഇങ്ങനെ മുക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് നേരം മുക്കി വെച്ചതിന് ശേഷം നമ്മളിതിന്ന് വെള്ളം എടുത്തിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിലാണെന്നുണ്ടെങ്കിൽ ഡ്രയറിലിട്ട് ഉണക്കിയാൽ മതിയാവും. അപ്പോൾ ഈ ഒരു തുണിക്ക് നല്ല ഒരു മണം കിട്ടും. അതായത് ഈ ടവല്, കുട്ടികളുടെ യൂണിഫോം, സോക്സിലൊക്കെ ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ തുണി ഉണങ്ങാണ്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു ബാഡ് സ്മെൽ വരാനൊരു സാധ്യതയുണ്ടല്ലോ. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ഡ്രയറിലിട്ട് ഉണക്കുക. ഡ്രയറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞിട്ട് നമ്മൾ അയലിൽ ഉണങ്ങാനിട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ നല്ലൊരു മണം കിട്ടാനും അതുപോലെ അതിലുള്ള ബാഡ് സ്മെൽ പോകാനൊക്കെ ഹെൽപ്പാക്കും. അപ്പോൾ മഴക്കാലത്ത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ടൊക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ള ടിപ്പ്, ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്രെഡിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി പകുതി നമ്മൾ എപ്പോഴും ഈ കവർ ചുറ്റി റബ്ബർ ബാൻഡോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമ്മൾ വെക്കാറില്ല ചെയ്യുക. അങ്ങനെ ചെയ്യാതെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ആ കവർ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ശരിക്കും ഒരു കവറിലേക്ക് ഇട്ട രീതിയിൽ തന്നെ ഇടുകയും ചെയ്യും. അതിനകത്ത് ഉറുമ്പൊന്നും വരാതെ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്, നമ്മൾ അധികം കറിയൊക്കെ ആക്കുന്ന സമയത്ത് ഇതുപോലെ രസമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് ദഹനക്കേടിനുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനും അതുപോലെ തന്നെ നമുക്ക് ജലദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ നല്ലതാണ് കേട്ടോ. ഈ രസം നമ്മൾ വെറുതെ നോർമലായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കായമാണ് കേട്ടോ. കായപ്പൊടി എടുക്കുന്നവർക്ക് കായപ്പൊടി എടുക്കാം, കായപ്പൊടി എടുക്കുന്നവർക്ക് ഈ ഒരു ഇത് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. നമ്മൾ നോർമലി ലാസ്റ്റ് പൊടി ഇട്ടാൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ കായമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കായപ്പൊടിനേക്കാളും ഇതാണ് നമുക്ക് നല്ലത്. ഇതിനെ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ആ ഒരു എണ്ണയിലിട്ട് നമ്മളിതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയ പീസ് ഇഞ്ചി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി, ഒരു 5-8 ചെറിയുള്ളി, അതുപോലെ തന്നെ 5-8 വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ കൂടി നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അരക്കണ്ട, ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ ഒന്ന് ജസ്റ്റ് ആക്കി എടുത്താൽ മതി. നമുക്ക് ഈ ഒരു ആ ടൈമിൽ നമ്മളിവിടെ കായത്തിനൊരു പൊരിച്ചെടുക്കണം കേട്ടോ. അത് പൊരിച്ചെടുത്തിട്ട് നമ്മളതിൻ്റെ ചൂടാറിയതിന് ശേഷം നമ്മളൊന്ന് പൊടിച്ചെടുത്താൽ മതി. നമ്മളിപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കായത്തിനൊന്ന് പൊരിച്ച് ചെറിയൊരു ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദഹനത്തിൻ്റെ പ്രശ്നം, മഴക്കാലമായി കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹനക്കേട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് നമ്മളിതുപോലെ പൊരിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഇടയ്ക്കൊന്നും ഇങ്ങനെ എടുത്ത് ഒരു ചെറിയ പീസ് 1-2 ഒക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദഹനക്കേട് മാറാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമ്മളിതാ ഒരു പാനിൽ ആ കായം മാറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുകും ഇട്ടിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ഈ ഒരു കായം നന്നായി തന്നെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്, അതായത് ചൂടാറി നല്ല ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ആ ടൈമിൽ മാത്രം നമ്മളിതൊന്ന് പൊടിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ വറുത്തെടുത്തതും നമ്മൾ പൊടിക്കുകയാണെങ്കിൽ അത് ചതഞ്ഞിരിക്കത്തേ ഉള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതുപോലെ പൊടിക്കണമെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് അത് നമ്മളോട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായി ഒരുപാട് ഇങ്ങനെ വഴറ്റി കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം പോയാൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ കുറച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് മാത്രം ചേർത്തിട്ട് നമ്മളതിനെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഒരു പച്ചമണം പോകുന്ന രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ നമ്മൾ നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കായപ്പൊടിയും കൂടി ഈ ടൈമിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ചത് മുഴുവനായി തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഉള്ള പുളീനെ നമ്മളിത് പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടി എടുത്ത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. അതായത് ഇത് തിളയ്ക്കരുത്. ഈ ഒരു രസം ഇതുപോലെ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ തിളൻ്റെ ഇതിങ്ങനെ പൊട്ടി വരുന്ന സമയമുണ്ടല്ലോ, ഇതുപോലെ കാണുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ലാസ്റ്റ് നമ്മളിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കുറച്ച് ജീരകപ്പൊടി 1/4 ടീസ്പൂണോളം ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു രസം വെച്ച് നോക്കൂട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കറിയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയിൽ ഒഴിച്ച് കഴിക്കാം, അല്ലെങ്കിൽ നമ്മളിതൊന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ്.
ദഹനക്കേടും അതുപോലെ ജലദോഷം പനിയൊക്കെ വന്നിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ നമുക്ക് റിലീഫ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും. ബൈ.